ഹൗ ടു റിസീവ് ആൻഡ് എൻജോയ് യുവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ അനുഗ്രഹങ്ങളെ എങ്ങനെ പ്രാപിച്ചെടുക്കും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാം. സമയമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ റിട്രീറ്റിന് പോകും, പിന്നെ നമ്മൾ സഭായോഗത്തിന് പോകും, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകും. എവിടെയെല്ലാം നമുക്ക് പ്രാർത്ഥന ഉണ്ട് അവിടെയെല്ലാം നമ്മൾ അവസരം കിട്ടും. പക്ഷെ ഒരു ദൂഷ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം പിന്നെ നമ്മൾ പുറകോട്ട്. കാരണം അത് പ്രാപിച്ചെടുക്കാൻ അതും ഒരു ഇപ്പം ഞാൻ അതിന് എക്സാമ്പിൾ എടുത്താൽ, ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹൈക്കോർട്ടിൽ ഐ റിമെമ്പർ ഒരാളുടെ ഒരു കേസിന് വേണ്ടി, സിവിൽ കേസാണ്. ആ കേസിൽ അപ്പലേറ്റ് കേസ് കോർട്ടായതുകൊണ്ട് അപ്പീൽ കേസുകളെ വരത്തുള്ളൂ. കേസിൽ നമ്മൾ ജയിച്ചു, കേസിൻ്റെ ഓർഡറും കിട്ടി. അപ്പം ഞാൻ ആ ക്ലയൻറ്റിനെ വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു, കേസ് ജയിച്ചിട്ടുണ്ട്, അവർക്കും വലിയ സന്തോഷം, എനിക്കും സന്തോഷം, അവരവിടെ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പോകാവൂ എന്ന് പറഞ്ഞ് ഞാൻ കേസിന് അവർക്കുള്ള ഓർഡർ ദൈവം തമ്മിൽ അവർ കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്നവരും വെയിറ്റ് ചെയ്ത് ഓർഡറും കൊണ്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കണ്ടപ്പം ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എക്സിക്യൂട്ടീവ് കോർട്ട്, അതായത് ലോവർ കോർട്ടിൽ അതുപോലെ കളക്ടറേറ്റ്, അവിടെയൊക്കെ എക്സിക്യൂട്ടീവ് പവറാണ്. ആ കോർട്ടിൽ വന്നപ്പോൾ അവിടെ ചെന്ന് ബെൻഡ് ചെയ്തിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് അന്ന് ജയിച്ച കേസ് ലോവർ കോർട്ടിൽ വീണ്ടും എക്സിക്യൂഷൻ പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്, അത് വന്നപ്പോൾ അവിടെ തടസ്സം നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, കേസ് ജയിച്ചാലും മനുഷ്യന് കയ്യിൽ കിട്ടണമെങ്കിൽ പിന്നെയും തടസ്സം. അങ്ങനെയാണ് പല വിശ്വാസികളുടെയും ജീവിതം. ദൈവം അനുഗ്രഹിച്ചിരിക്കുക, നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുക, നിൻ്റെ ഭർത്താവിന് ഞാൻ അനുഗ്രഹം കൊടുത്തിരിക്കുക, നിനക്ക് ഞാൻ ദീർഘായുസ് തന്നിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വരും അസുഖം. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, അയ്യോ തീർന്നു പോയി. ഭർത്താവ് ദീർഘായുസ് പറഞ്ഞിട്ടുണ്ട്. ചില മക്കൾക്ക് പിള്ളേരുണ്ടാകത്തില്ല കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇനി ഇവിടെ ഇതായിരിക്കും വിധി. മക്കളുണ്ടാകത്തില്ല എന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിൻ്റെ ദേശത്ത് മച്ചികൾ ഉണ്ടാകത്തില്ല എന്നാണ് ദൈവം പറയുന്നത്. പിന്നെ എങ്ങനെ മക്കളുണ്ടാകാതിരിക്കുന്നു? ഈ ഉൽപ്പത്തി നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യത്തെ കൊടുത്ത അനുഗ്രഹമാണ് മൾട്ടിപ്ലൈ, ഗോ ആൻഡ് ബി ഫ്രൂട്ട്ഫുൾ. ഫ്രൂട്ട്ഫുൾ എന്ന് വെച്ചാൽ എന്തുവാ? ഫലം കായ്ക്കാൻ. ഭാര്യ ഭർത്താക്കന്മാരെ അമ്മയപ്പന്മാരായ മക്കളെ വളർത്താനാണ് ദൈവം ആഗ്രഹിച്ചത്. മക്കളുണ്ടാകത്തില്ല, അതിൻ്റെ വിധി. അങ്ങനെ ഒരു വിധിയില്ലെന്നേ, ചുമ്മാ അത് നുണ പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം ദൈവസത്യം എന്തെന്നും പിശാച് പറയുന്നത് എന്തെന്നും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഐ റിമെമ്പർ എൻ്റെ തന്നെ മക്കൾക്ക് വിവാഹം കഴിഞ്ഞ് താമസിച്ചാൽ ഇതിൽ കുഞ്ഞുങ്ങളുണ്ടായത്. ഞാനിപ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പറയും, എന്താണ് താമസം, എന്താ താമസം? ഞാൻ ചോദിച്ചു, എന്ത് പിള്ളേർ കുഞ്ഞുങ്ങളൊന്നും വേണ്ടേ? അപ്പോൾ ഒരു ദിവസം എൻ്റെ മോള് എന്നോട്, അമേരിക്കയിൽ അവൾ എന്നോട് തിരിച്ച് പറഞ്ഞു, മമ്മി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വലിയ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ശക്തമായിട്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥന അയക്കുന്നത്. എന്നെ തടസ്സമാണേലും മാറിയൊക്കത്തുള്ളൂ, അതിനകത്തൊന്നും ഒരു ശത്രു നിൽക്കത്തില്ല. ഞാനതുപോലെ തന്നെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അധികം താമസിയാതെ മോള് പ്രഗ്നൻ്റായി. മോൾക്കിപ്പോൾ രണ്ട് മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും. അവരവിടെ തന്നെയാണ്. അപ്പം എന്താണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം യെശയ്യാ 59:21 വാക്യം ഞാൻ വായിക്കുകയാണ്. അതിന് പലയിടത്ത് നമ്മൾ പോകുന്നുണ്ടെങ്കിലും ചില വാക്യം നമ്മുടെ ഹൃദയത്തെ അങ്ങ് തൊടും. ഈ ഒരു വാക്യം യെശയ്യാ 59:21 അത് ഞാൻ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അന്തരാത്മാവിലും കൂടി തീ കത്തി. ഞാൻ പിന്നെ ആ ഒരൊറ്റ വാക്യത്തിലാണ് പിടിച്ചു നിന്നത്. അതെനിക്ക് ബലമായി മാറി. അതുപോലെയാണ് നമ്മൾ പറയുന്ന ഓരോ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ വയലിൽ നല്ല നിലത്ത് വീണു എങ്കിൽ, എൻ്റെ ജോലി വചനം അയക്കുക. അതായത് ഞാൻ വിത്തിടുകയാണ്. ആ വിത്ത് നിങ്ങളവിടെ വന്ന് കിളിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അന്തരാത്മാവ്. 59:21 വാക്യം ഞാൻ വായിക്കാം. അത് എല്ലാം എടുത്ത് തന്നെ വായിക്കാം. കാരണം ചിലപ്പോൾ നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ വചനം മാറും. അതുകൊണ്ട് 21, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. ദൈവം ഒരു നിയമം ചെയ്യാം. ഐ എം ഗിവിങ് എ കവനൻറ്റ്. ഇതൊക്കെ ജീവൻ വെപ്പിക്കുകയാണ്. ഞാനിതാ നിനക്ക് ഞാൻ എൻ്റെ സ്റ്റാഫ് തരികയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും 1,00,000 രൂപ കിട്ടിയ, അല്ല, കർത്താവ് വചനമാണ് തരുന്നത്. കർത്താവ് പറയാണ്, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമം. ആരോട്? എന്നോടല്ല, മക്കളോട്. ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും, അതായത് എന്നിൽ മേലിട്ടിരിക്കുന്ന ദൈവാത്മാവും, നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനവും, വീണ്ടും പ്രൊഫസി ഫുൾഫിൽ ചെയ്യുന്നു, നിൻ്റെ വായിൽ നിന്ന്
നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും ഇന്നു മുതൽ വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളിച്ചു. ഇത് ഞാൻ അങ്ങോട്ട് വായിക്കുകയും പല പ്രാവശ്യം കേട്ട് കാണും. ഇത് വായിക്കുകയും അന്തരാത്മാവ് പറഞ്ഞു, സന്തതിയുടെ സന്തതിക്ക് വരെ അനുഗ്രഹം പറഞ്ഞിട്ട് എൻ്റെ സന്തതിയുടെ സന്തതി എവിടെ? ദാറ്റ് വാസ് ദ ക്ലിക്കിംഗ് പോയിന്റ് ഇൻ മൈ മൈൻഡ്. അതെൻ്റെ ഹൃദയത്തെ തുറന്നു. ആരും പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ്. ഓരോ വാക്യവും പാക്ഡ് വിത്ത് പൊട്ടൻഷ്യൽ. ഈ സീഡെന്ന് പറഞ്ഞാൽ ഈ സീഡ് എന്നോ വലിയ സീഡാണെന്നും, ഈ സീഡ് വേണ്ടി 2 മക്കളെ തന്ന ദൈവം, 2 പേരും ദൈവ വിളിയുള്ള മക്കൾ. കാരണം എന്താ? വാഗ്ദത്തം പരിശുദ്ധാത്മാവ് തീ കത്തിച്ചെന്ന്. ദാറ്റ്സ് കോൾഡ് ഇഗ്നൈറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനം പറയാതെ എങ്ങനെയാണ് ഇഗ്നൈറ്റ് ചെയ്യുന്നത്? വചനം അറിയാതെ എങ്ങനെ ജീവിക്കും? ആ ഒരൊറ്റ വചനം, ഈ ഒരു വചനം ഞാൻ എത്ര പേർക്ക് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മക്കളുണ്ടാകും, പക്ഷേ മക്കളുണ്ടാകും. ഞാൻ എത്ര കുടുംബങ്ങളിൽ ചെന്ന്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രേയറിന് പോയപ്പോഴും അവിടെ വന്ന് എൻ്റെ അവിടെയുള്ള ഒരു പ്രേയർ പാർട്ട്ണർ പറയായിരുന്നു, ആൻറ്റി അന്ന് വന്ന് പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ടോ? ആ കൊച്ചിപ്പം പ്രഗ്നൻ്റായി, അത് പ്രസവിക്കുമ്പോൾ ഞാൻ സാക്ഷ്യം പറയും. വേറൊരാൾ നമ്മൾ പോയി പ്രാർത്ഥിച്ചു, ആ കൊച്ച് പ്രസവിച്ചു, കുഞ്ഞുണ്ടായി. അതിനുവേണ്ടി അടുത്ത ആഴ്ച അവർ സ്തോത്രയാഗം നടത്തുന്നു. കേൾക്കുമ്പോൾ സന്തോഷിക്കത്തില്ലേ? നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ ചോദിച്ചില്ലല്ലോ, നമ്മളൊന്നും ചെയ്തില്ല. വചനം പറഞ്ഞു കൊടുത്തു. വചനം പാക്ഡ് വിത്ത് പൊട്ടൻഷ്യൽ. ഇത് വിത്താണ്, ജീവനുള്ള വിത്ത്. പക്ഷെ ജീവനുള്ള വിത്ത് കൊടുക്കുമ്പം ആ പറയുന്ന ആൾക്ക് ശക്തിയില്ലെങ്കിൽ കേൾക്കുന്നവർക്കും ശക്തിയില്ല. ദാറ്റ്സ് എ പോയിന്റ്. പറയുന്നവർക്കും ശക്തിയില്ല, കേൾക്കുന്നവർക്കും ശക്തിയില്ല. പറയുന്നത് അനുഭവ വെളിച്ചത്തിലാണ് വിളിച്ച് പറയുമ്പം അത് ചെന്നു. അതാണ് യെശയ്യാ 59:21 പറയുമ്പോൾ എൻ്റെ ആത്മാവ് അങ്ങോട്ട് ജീവൻ വെക്കും. കാരണം അനുഭവത്തിൽ അനുഭവിച്ചറിഞ്ഞ വാക്യങ്ങളാണിതൊക്കെ. ജീവൻ്റെ ദൈവം അതാ പറയുകയാണ്, ഞാനല്ലേ നിൻ്റെ കൂടെ ഇരിക്കുന്നത്, ഞാൻ നിന്നെ ആത്മാവിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഡോണ്ട് ലെറ്റ് ദി എനിമി ഓവർടേക്ക് യു. നിൻ്റെ അനുഗ്രഹത്തിന് നിനക്ക് മുൻപേ ഒരു ദുഷ്ടൻ പോയി നിൻ്റെ വഴി അടയ്ക്കാൻ അനുവദിക്കരുത്. അതിന് വാച്ച്ഫുള്ളായിരിക്കണം. അതിന് വേദപുസ്തകത്തിൽ ഭാഗം എഴുതിയിട്ടുണ്ട്. 2 സാമുവേൽ 16:1-4 വരെയുള്ള വാക്യം. അതായത് ആ ഭാഗം ഞാൻ വായിക്കാം, വളരെ പ്രധാനമാണ്. 2 സാമുവേൽ 16:1-4 വരെ. ദാവീദ് മലമുകൾ കടന്ന് അപ്പുറം ചെന്നപ്പോൾ മെഫിബോശേത്തിൻ്റെ ഭൃത്യനായ സീബ കോപ്പിട്ട് 2 കഴുതകളുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്ക മുന്തിരിക്കൊലയും 100 അത്തിയടയും 1 തുരുത്തി വീഞ്ഞും കയറിയിരുന്നു. രാജാവ് സീബയോട് ഇതെന്തിനെന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറാൻ, അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാൻ, വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് കുടിപ്പാനുമെന്ന്. ദാവീദ്, നിൻ്റെ യജമാനൻ്റെ മകൻ, അതാണ് മെഫിബോശേത്ത്, അവനെവിടെയെന്ന് ചോദിച്ചതിന് സീബ രാജാവിന്, കള്ളൻ. സീബ കള്ളനാണ്. ആരുടെ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്? ശൗലിൻ്റെ മകനായ മെഫിബോശേത്തിൻ്റെ ഭൃത്യനാണിവൻ. അവിടുന്ന് സാധനം കൊണ്ടുവന്നിരിക്കുക. ആർക്ക്? ദാവീദിന് കൊടുക്കുക. കള്ളൻ. നിൻ്റെ യജമാനൻ എന്തെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? അവൻ യെരുശലേമിലുണ്ട്, ഇസ്രായേൽ ഗൃഹം എൻ്റെ അപ്പൻ്റെ രാജ്യത്ത് നിന്ന് എനിക്ക് തരുമെന്നും പറഞ്ഞ് അവനവിടെ ഇരിപ്പുണ്ടെന്ന്. എങ്ങനെയുണ്ട്? മെഫിബോശേത്ത് എന്ന് പറഞ്ഞാൽ 2 കാലും ഇല്ല. അവൻ അവിടെ നിന്ന് പറയുന്നത് ദൈവം അവൻ രാജ്യത്തും അവനെ ഏൽപ്പിക്കുമെന്ന്. പിന്നെ ദാവീദിന് ദേഷ്യം വരായിരിക്കും. ദാവീദ് അത് വിശ്വസിച്ചു. മെഫിബോശേത്തിനോട് പിന്നെ 2 കാലും ഇല്ല, ഇവൻ എങ്ങനെയാണെങ്കിലും രാജാവാൻ പോകുന്നില്ല എന്ന് ദാവീദ് ചിന്തിച്ചില്ല. ദാവീദും കുഴിയിൽ വീണു. കാരണം ദാവീദ് എന്താ വെച്ചാൽ പറഞ്ഞതെന്നറിയാമോ? ഒരു കാര്യം ചെയ്യേ, നീ എനിക്ക് ഇത്ര സാധനം കൊണ്ടു തന്നില്ലേ, അവൻ്റെ സമ്പത്തെല്ലാം നിനക്കിരിക്കട്ടെ. പിന്നെ സത്യം അറിഞ്ഞു കഴിഞ്ഞ് പകുതി തിരിച്ചു കൊടുക്കുന്നു. പോയത് പോയില്ലേ. ഇതാണ് നമുക്കുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ തട്ടിമായ്ക്കുന്ന ഒരു സീബ, ശാപിക്കപ്പെട്ടവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അഴിഞ്ഞു പോകട്ടെ, മാറിപ്പോട്ടെ, തുടച്ചു മാറ്റ്. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന സീബമാർ, നമ്മളെക്കുറിച്ച് നമുക്കെതിരായിട്ട് സംസാരിക്കുന്നവരുടെ നാവ് അഴിഞ്ഞു പോകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. കർത്താവ് വചനം വ്യക്തമായിട്ട് പറയുന്ന സത്യങ്ങളാണ്. 2 മലകളുണ്ട്. ആവർത്തന പുസ്തകം 11:29. 2 മല. ഒന്ന് ഗെരിസീം മല, അനുഗ്രഹിക്കാൻ. അതിൻ്റെ മേളിൽ കയറി നമ്മൾ അനുഗ്രഹിക്കും. 6 ഗോത്രക്കാർ, ഇസ്രായേലിൻ്റെ 6 ഗോത്രം, അതിൻ്റെ മേളിൽ നിന്ന് അവരെ അനുഗ്രഹിക്കും. അതിന് ഓപ്പോസിറ്റായിട്ട് ഏബാൽ മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അതിൽ കയറി ദുഷ്ടനെ അവർ ശാപിക്കും. കണ്ടിട്ടുണ്ടോ? പ്രായം ചെന്ന അമ്മച്ചിമാർ, അപ്പച്ചന്മാരെക്കാൾ കൂടുതൽ അമ്മച്ചിമാരാണ്. എനിക്ക് അറിയാവുന്നവരുമുണ്ട്.
പ്രായം ചെന്ന ഒരു വേദപുസ്തകത്തിൽ നിന്ന് കണ്ണു മാറ്റത്തില്ല. പക്ഷേ പകുതി സമയം വായിച്ചു ബാക്കി സമയം മുഴുവനും ശപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കി ഇവർ ഇത്രയും നേരം നന്മ പറഞ്ഞു ഇപ്പോൾ ഇവരങ്ങനെ ശപിക്കുന്നത്. അതിന് മർമ്മം മനസ്സിലായിട്ടില്ലായിരുന്നു. എന്താ ചെയ്യുന്നത്? ഇവർ ഒരു സമയത്ത് ഗെരിസീം മലയിൽ കയറിയിരിക്കുമ്പോൾ അവരങ്ങ് അനുഗ്രഹം തന്നെ അനുഗ്രഹം വിളിച്ചു പറയും. അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ അവർ പോയിട്ട് എബാൽ മലയുടെ മേലെ, ഇത് ആത്മീയവിൽ കാണണേ, കലയിൽ കയറുന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരെ മുഴുവൻ നേരം ശപിക്കും. പക്ഷേ പണ്ട് കാലങ്ങളിലെ ആളുകൾ പലപ്പോഴും അവനവൻ്റെ മക്കളെ തന്നെയാണ് ശപിക്കുന്നത്. അറിഞ്ഞുകൂടെ ഇത് പിശാചാണ്. അത് വരരുത്. ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. ദുഷ്ടൻ നമുക്കെതിരായിട്ട് ശത്രു നമുക്ക് മുൻപോയി പോയിട്ട് നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന സീബാമാർ കർത്താവിൻ്റെ വചനം അയച്ച് അവൻ്റെ കഴുത്ത് വെട്ടിമാറ്റി നശിപ്പിച്ചിട്ട് നമുക്കുള്ള വഴികൾ ഇതാ തുറന്നു തന്നിരിക്കുന്നു. അനുഗ്രഹം വാങ്ങിച്ചെടുക്കുക. ദൈവം കൈനീട്ടി വരുമ്പോൾ ഓടിച്ചെന്ന് വാങ്ങിക്കാൻ ഒന്ന് ഓടണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സമയം എടുത്തുകൊണ്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എനിക്കുള്ളത് ഞാൻ പോയി വാങ്ങിക്കുന്നു പറഞ്ഞ് ഇടതും വലുതും നോക്കാതെ പോയി വാങ്ങിക്കണം. തീഷ്ണതയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വചനങ്ങൾ അയക്കുന്നത്. പ്രാപിച്ചെടുക്കുക. പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ നീ എല്ലാം നിറച്ചവനാക്കി സൃഷ്ടിച്ച് നിൻ്റെ സ്നേഹം കൊണ്ടും നിൻ്റെ ആത്മാവ് കൊണ്ടും ഞങ്ങളെ നിറച്ച ദൈവം. ഏദൻ തോട്ടത്തിൽ സകലതും തന്നാണ് നീ ഞങ്ങളെ. ഒരപ്പൻ തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. എന്നിട്ട് അതൊക്കെ നമ്മൾ ചപ്പും ചവറുമായിട്ട് എണ്ണി. ആദോവായും ചെയ്ത തെറ്റിന് അന്നു മുതൽ ആത്മാവില്ലാത്തവരായിട്ട് ഇന്നും ചെയ്യും. പരദീസ നഷ്ടപ്പെട്ടവരായിട്ട് ഇന്നും അലഞ്ഞ് നടക്കുകയാണ്. മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേർപ്പ് കൊണ്ട് ജീവിക്കുകയാണ്. ഒരു പ്രതിഫലമില്ലാത്ത പ്രവർത്തനം. പലപ്പോഴും കിട്ടേണ്ടത് പോലും കയ്യിൽ വരുന്നില്ല. നല്ല പേര് പോലും അതിൻ്റെ പറയും. അതിന് മുമ്പ് ഒരു സീബ കടന്നു ചെന്നിട്ട് നമ്മുടെ അനുഗ്രഹങ്ങളെ കവർന്നു കളയുന്നവനെ അവൻ്റെ തല തെറിച്ചു പോകണമെന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ മാറിപ്പോട്ടെ. പക്ഷേ ദുഷ്ടാത്മാക്കൾ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ നമ്മുടെ അടുക്കപ്പോലും വരും. കർത്താവ്, നീ അത് നിർബന്ധമായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ്. യഹൂദയുടെ സിംഹം എഴുന്നള്ളുമ്പോൾ അബ്സലോമൊന്ന് ഗർജിച്ചാൽ ശത്രു നമ്മുടെ മുൻപിൽ വെച്ച് ഉരുകിപ്പോകും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അതിന്ന് വരെ നീ കാണിച്ചിട്ടുണ്ട്, ഇനിയും നീ അത് കാണിക്കും. ശത്രു ഉരുകിപ്പോന്നു. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറിപ്പോന്നു. വീഞ്ഞു കുടിച്ച് അട്ടഹസിച്ച് എഴുന്നേൽക്കുന്നതിനെ പോലെ നീ എഴുന്നേറ്റിരിക്കുന്നു, ശത്രു പുറകോട്ട് വീണു പോയിരിക്കുന്നു. നാഥൻ ശത്രുവിനെ ഇല്ലാതാക്കി ഞങ്ങൾക്ക് നിൻ്റെ ആത്മാവിനാൽ നിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും നിൻ്റെ സ്നേഹം കൊണ്ടും നിൻ്റെ പുത്രത്വം കൊണ്ടും ഞങ്ങളെ നിറച്ച അവകാശികളും കൂട്ടവകാശികളാക്കി തീർത്തതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയോടെ ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.